ഹായ് സുജി സോൾ ഇൻ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പുട്ടും പിന്നെ ചെറുപയർ പുഴുങ്ങിയതും പിന്നെ നമ്മുടെ ഏത്തമ്പഴമായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിയായിരുന്നു കേട്ടോ. ഒരു റംബൂട്ടാനും പിന്നെ ശീമ നെല്ലിക്കയും പിന്നെ മുളക് നെല്ലിക്കയും ലൗലോലിക്കയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിപ്പഴത്തിൻ്റെ ഇതും കൂടെ വാങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ചെടികളൊക്കെ നടുന്നത് പണ്ട് തൊട്ടേ നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ആ ചെടികളെല്ലാം നട്ട് അതിൽ വളമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിനകത്തും നമ്മൾ റംബൂട്ടാനൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാലം ഇപ്രാവശ്യം റംബൂട്ടാൻ വളരെയധികം കുറവാണ്. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, ചെറിയൊരു വലിപ്പം വന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് തൊഴിഞ്ഞു പോവുകയാണ്. ഒരു ബ്രൗൺ കളറായിട്ട് അതങ്ങ് തൊഴിഞ്ഞു പോവുകയാണ്. അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കണ്ടോ ഇതുപോലെ അങ്ങ് തൊഴിഞ്ഞു വീഴുവാണ്. ഒരു ബ്രൗൺ കളർ, ഇതിൽ ബ്രൗൺ കളർ ഇല്ല, പക്ഷേ ചിലതായിട്ട് ബ്രൗൺ കളർ പോലെ. അപ്പോൾ അച്ഛൻ രാവിലെ വീട്ടിലുണ്ടായിരുന്ന ഈ അടുപ്പ് കത്തിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ചാമ്പലെല്ലാം കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വാഴയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കളച്ച് ഇനി ഒരു 4-5 കുഴി എടുക്കണം ആ ചെടികളെല്ലാം നടാൻ വേണ്ടിയിട്ട്. നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വാഴകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ വെട്ടി ഇടുന്നുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ എത്ര വെട്ടിയാലും ഈ കണ്ണുകളുടെ ആ ഒരു വേരൊക്കെ അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് ക്രമേണ അത് പൊങ്ങി വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ഡാൻസുമായിട്ട് നന്ദ എത്തി കേട്ടോ. അവൻ കുറച്ച് നേരം ഡാൻസ് എല്ലാം കളിച്ചു. നമ്മൾ എവിടെ പോകുന്നു അവിടെ നമ്മുടെ കൂടെ അവരെത്തും. അങ്ങനെ അവരുടെ വഴിക്ക് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെ വെട്ടിയിരുത്തുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റാൻ തുടങ്ങി, ഒരു സൈഡിലോട്ട് മാറ്റാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ ഓരോ ചെടിയായിട്ട് നടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിയ ഒരു ജൈവവളമാണിത്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലുപൊടിയും പിന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്കും നമ്മുടെ കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത വളമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി. അപ്പോൾ ആദ്യം നടുന്ന ഈ ചെറിയാണ് കേട്ടോ, ആപ്പിൾ ചെറി എന്ന് പറയുന്നതാണ്. ഞാനിത് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ഈ ചെറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ചയും നമുക്ക് കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ പഴുത്തതാണെങ്കിൽ നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകും. അത്രയ്ക്ക് നല്ല ഒരു ടേസ്റ്റുള്ള ചെറിയാണ്. പണ്ട് തൊട്ടേ ഓരോ വീട്ടിലും ഓരോ ഫലങ്ങൾ കാച്ചു കിടക്കുമ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാലത്ത് ചെറിയൊരു ഭൂമിയാണെങ്കിൽ പോലും അതിനകത്ത് ചെടികൾ നടണം. നമ്മുടെ വീട്ടിനകത്ത് വലിയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വസ്തു നമുക്ക് വാങ്ങാൻ പറ്റിയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഈ ചെടികളെല്ലാം നടാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ചെടികളും വാങ്ങിയ ചെടികളൊക്കെ മോൻ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുഴികളും എടുത്തെടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പണി. ഇപ്പോൾ നല്ല പാടുണ്ടായിരുന്നു. കാരണം മണ്ണിൻ്റെ അടിയിൽ ഫുള്ള് പാറക്കല്ലുകളായതുകൊണ്ട് അത് ഇളക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ചെറി ഞങ്ങൾ നട്ടു, അടുത്ത് റംബൂട്ടാൻ നടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കുഴിയെടുത്ത് അതിന് ശേഷം അതിനകത്ത് ഈ വളമൊക്കെ ഇട്ട് റംബൂട്ടാൻ്റെ അവർ തന്ന അതേ മണ്ണ് അതുപോലെ തന്നെ അങ്ങ് നട്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ മണ്ണിട്ട് വീണ്ടും കുറച്ച് പൊടിയും കൂടി ഇട്ടാണ് ഞങ്ങൾ നടുന്നത്. ഈ